ഹേമ വിളിക്കുന്നു. ഹലോ ഹേമേ ചേച്ചി, ഒരു മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്ത് ചെയ്ത്? എന്നും കാലത്ത് ഞാൻ സ്റ്റേഡിയത്ത് ഓടാൻ വിടുപടി. വണ്ണം കുറയട്ടെ, ഞാൻ അങ്ങ് തരാം. ഈയടി തമാശ പറയല്ലേ, എനിക്ക് മാറിയിടാൻ വേറെ തുണിയില്ല. മാറിയിടാൻ തുണിയില്ലെങ്കിൽ നീ മറിഞ്ഞിരിക്കും. എന്റെ പൊന്നു ഹേമേ, ഹർത്താലായിട്ട് ഞാൻ കട തുറന്നില്ല. നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാം. വെക്ക, ഞാൻ ഇപ്പം ഇച്ചിരി തിരക്കില്ല. ശരി. ഓ, ഈ വന്ന കാലത്ത് ആരാന്നേ തുണിയൊക്കെ തയ്ച്ചിട്ട് ഇടുന്നത്? എല്ലാവരും അങ്ങ് റെഡിമെയ്ഡാ. പക്ഷെ റെഡിമെയ്ഡ് മേടിച്ചാലും നമ്മുടെ അറിവ് കൊണ്ടുവരും. കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ, കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ, ഷേപ്പ് ഒന്ന് അടിക്കണേ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോന്നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് കാണണം. സുമേച്ചി, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? നീ കണ്ടില്ലായിരുന്നോടാ? ഒന്നുകൂടെ കാണിക്കാം. ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി, നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുറങ്ങാഞ്ഞത്? വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിണ്ണെ വന്ന് കിടക്കുക. വെളുപ്പം കാലത്ത് വന്നിട്ട് കടയുടെ തിണ്ണെ കിടക്ക. നീ എന്താ ദിനപത്രം? എന്താ ചേച്ചി തയ്യൽക്കട തുറക്കാൻ? പ്രകാശ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഹർത്താലാണ്, അതാ കട തുറക്കാഞ്ഞത്. ഹർത്താലാണോ ചേച്ചി? എന്തിന്റെ ഹർത്താലാ ഇത്? എന്തിന്റെ ഹർത്താൽ? അല്ല, എന്തിന്റെ ഹർത്താലാണെന്ന്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടുക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി? അതിന് വേണ്ടിയിട്ടുള്ള ഹർത്താലാ ഇത്. എന്തോ ഞാൻ കാരണമൊന്നും എനിക്കറിയത്തില്ല. പറയണ്ട. പിന്നെ നാളെ എന്റെ കല്യാണമാണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? എനിക്കറിയാലോ. നിങ്ങളല്ലേ എന്റെ പെണ്ണിനൊരാളെ കല്യാണ ബ്ലൗസ് ഒക്കെ തയ്ച്ചു തന്നത്? എന്റെ പൊന്നി ചേച്ചി, ഇന്ന് രാവിലെ ഞാൻ ആ പെണ്ണിന് കല്യാണ ബ്ലൗസും സാരിയുടെ ഒക്കെ ഫോട്ടോ ഇട്ട് കൊടുത്തു. കല്യാണ ബ്ലൗസ് കണ്ടിട്ട് അവള് പറയുവാ, ബ്ലൗസ് ശരിയായില്ല, ഇതിന്റെ പുറയിൽ ഒരു ജനലൂടെ വെച്ച് കൊടുക്കാൻ. കാറ്റ് കയറാനായിരിക്കും. നമുക്ക് ജനൽ വേണ്ട, ഒരു AC അങ്ങ് പിടിപ്പിച്ചാൽ. അതല്ലല്ലെന്ന് ചേച്ചി, ഇവിടെ ഇങ്ങനെ കണ്ണൊക്കെ വരച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ഒക്കെ വെക്കത്തില്ലേ, മുത്തൊക്കെ വെച്ച്? ഡിസൈൻ അത് കൂടെ തയ്ച്ചതാ. എനിക്ക് രാവിലെ കൊണ്ടുപോകണ്ടേ, കല്യാണത്തിന് പോകണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, കടയിലോട്ട് വാ. നാളെ കട തുറന്നിട്ട് ഞാനങ്ങ് തയ്ച്ചു തരാം. അയ്യോ, നാളെ കല്യാണത്തിന് പോകണമെന്ന് ഇന്ന് തയ്ച്ചതാ. തയ്ക്കാലോ. എടാ, ഇതിനകത്ത് ചവിട്ടാ എനിക്ക് കാല് വയ്യട പ്രകാശ. ചേച്ചിക്ക് ചവിട്ടാൻ വയ്യ? ഞാൻ ചവിട്ടാ. ചേച്ചി പുറകോട്ട് മാറിയിരി. ഇത് ചവിട്ടാനേ തയ്യൽ മെഷീൻ അല്ലാതെ സൈക്കിൾ അല്ല. ചേച്ചി കുഞ്ഞു കളിക്കാതെ എനിക്ക് കല്യാണത്തിന്റെ ഇത് തയ്ച്ചതാ. ഇല്ലെന്നോട്ടെ ആ പെണ്ണ് കഴുത്ത് നീട്ടി തരത്തില്ലെന്ന്. നീ എന്തോ ആമയാണോ കെട്ടുന്നത്? അല്ല, കഴുത്ത് കെട്ടി തരത്തില്ലെന്ന് പറഞ്ഞോട് ചോദിച്ചതാ. ചേച്ചി അവൾ ഭയങ്കര വാശിയാണെന്ന്. പഠിത്തമൊക്കെ ഉണ്ടോ? വാശി കാണിക്കാൻ പഠിക്കണോ? അതല്ല, ഈ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അവള് ബി കോംപ്ലക്സ് അല്ലേ? എന്തോ വിറ്റാമിന്റെ കുറവാണോ കൊച്ചിന്? അല്ല, അവള് ബി കോം പാസ്സാന്ന്. ആണോ? എടാ, പെണ്ണിന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവോ? അയ്യോ, ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ ലഡുവിനകത്തെ മുന്തിരി കൊടുത്തില്ല എന്ന് പറഞ്ഞ് എന്തോ ഒച്ച അവൾ ഉണ്ടാക്കിയെന്നറിയോ? വെച്ചുണ്ടാക്കാൻ അറിയാവുന്നല്ലേ ചോദിച്ചത്? വല്ലതും വെച്ചുണ്ടാക്കാൻ ഈ പാചകമൊക്കെ അറിയാമോ? പിന്നെ അവൾ അടിപൊളി കുക്കല്ലേ. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എന്നും അവള് യൂട്യൂബ് ചാനലിൽ ഈ കുക്കിംഗ് വീഡിയോ ഇടും. അങ്ങനാണെങ്കിൽ നിനക്ക് 4 നേരം നിറച്ച് നെഗറ്റീവ് കമന്റ് തിന്നാം. ചേച്ചി, പിന്നെ ഈ ജനൽ വെക്കുന്നതിന്റെ കൂട്ടത്തില് ഈ 2 സൈഡിലും കണ്ണാടിയും കൂടെ ഒന്ന് വെച്ചേക്കണേ. എന്താ പുറകീന്ന് വരുന്നവരെ കാണാനായിരിക്കും? സൈഡ് മിറർ വെക്കുന്ന കാര്യമല്ല ചേച്ചി. തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ഡയമനും ഈ ലവ് ചിഹ്നം ഒക്കെ വെച്ചിട്ട് ചുറ്റിന് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യണം. എടാ, നീ ഉദ്ദേശിച്ചതേ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വന്നിട്ട് ചുറ്റിനും നോ ബോഡി ടച്ചിങ്. തേനീച്ച കൂടെ പോലെ ആക്കി കളഞ്ഞല്ലോ. അല്ല പിന്നെ കല്യാണത്തിന് വരുമ്പം ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ചേച്ചി, കേട്ടോ. നീ എന്തുവാടാ പ്രതീക്ഷിച്ചത്? സംഭാവന. എന്റെ ദൈവമേ, ആ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് നിനക്കുള്ള ബുക്ക് ഇടങ്ങാണ്ടിരിപ്പുണ്ടായിരുന്നു. ബുക്ക് നോക്കുന്ന അളവൊക്കെ ഞാൻ നേരത്തെ എന്തല്ലോ. അയ്യോ, അളവിനല്ല, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പാലുകാച്ചിന് എന്തോ സംഭാവന ആണെന്ന് അറിയാനായിരുന്നു. അത് ശരി, ഞാൻ വന്നതാ. പാലാച്ചിനൊക്കെ വന്നോ? ഞാൻ കണ്ടായിരുന്നു നീ അവിടെ നിന്ന് ബിരിയാണി കയറ്റുന്നത്. മൊബൈലിൽ ചേച്ചി അന്ന് ഫോട്ടോ എടുത്തിട്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പ്രകാശൻ പുത്തൻ വീട്ടിൽ 201 രൂപ. അതാണ് ബ്രാക്കറ്റിൽ കടം. ഏടാ, ഞങ്ങളുടെ പാലുകാച്ചിന് വന്ന് മൂക്കുമുട്ടെ ബിരിയാണി തിന്ന് 201 രൂപ കടം പറഞ്ഞതും പോരാഞ്ഞ് നീ കുറെ പൊതിഞ്ഞായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. അതെന്തിനായിരുന്നു? അത് പിന്നെ അടുത്തെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ അമ്മ വീട്ടിൽ ചോറ് വെക്കത്തില്ല. എന്റെ ദൈവമേ, അല്ല ഈ അടുത്തൊന്നും വിശേഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എന്തോ ചെയ്യും? അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എങ്ങനെയാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ അമ്മ ഒരു നൂലുകെട്ടെങ്കിലും പിടിക്കും. നീ ഇങ്ങനെ കണ്ടറമ്പറക്കി തിന്നത് കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണറിയുന്ന നാണക്കേടല്ലോടാ? അതൊന്നും കാര്യമല്ലേ ചേച്ചി, കാരണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടും പോവല്ലേ. അമ്മായച്ചൻ ഉണ്ടാക്കി വെച്ചെല്ലാം ഈ ചെറുക്കൻ തിന്നു മുടിക്കും കേട്ടോ. ചേച്ചി, അത് ഇതും പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് ശരിയാക്കിയതാ. പിന്നെ വേറൊരു കാര്യം, നാളെ രാവിലെ കർണനണ്ണനെയും കൂട്ടി അങ്ങ് വരണേ. 8 മണിയാകുമ്പോഴത്തേക്ക്. 8 മണിക്ക് അവിടുന്ന് പുറപ്പെടുന്നേ. കർണനണ്ണൻ 2 ആഴ്ചയായി മിണ്ടിയിട്ട്. കിടക്കുവാണോ? അതുകൊണ്ടല്ലെന്ന് വഴക്കിട്ട് എന്നോട് ഇപ്പൊ 2 ആഴ്ചയായി മിണ്ടിയിട്ട്. എന്തിനാ പുള്ളി വഴക്കുണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തൊട്ടതിന് പിടിച്ചതിനും എല്ലാം വഴക്കാണ്. ജോലി എന്തുവാ? ജോലി എന്തോ ATM ഫ്രണ്ടിൽ കാവലിരിപ്പാ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത്. ഇപ്പൊ എഴുന്നള്ളൂ. വരുന്നടാ. ഒരു പരിചയമില്ലാത്ത പോലെ, ഒരു മൈൻഡ് ഇല്ലാതെ. മൈൻഡ് ചെയ്യാൻ നീ ദൈവോ?
നാളെയാണ് എന്റെ കല്യാണം. ഒന്നോടും ചിരിച്ചേ. എന്തിനാ? അല്ല മറ്റേ നാളെ തൊട്ട് ഈ ചിരി നിൽക്കുമല്ലേ? എന്തൊരു വർത്താനാണോ പറയുന്നത്? അതുകൊണ്ട് ഇരിക്കുന്നു. 7.5 വർഷമായി ഞാൻ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട്. എടാ പ്രകാശ, മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പെരുമാറ്റം നന്നാവണം, അല്ലെ പ്രവൃത്തി നന്നാവണം. ശരിയാ. ഈ പറയുന്ന ആളൊന്നും നന്നായാ മതിയായിരുന്നു. അണ്ണാ ഏത് ATM മുമ്പിലാണ് നിൽക്കുന്നത് ഇപ്പൊ? ആ ABC ബാങ്കിന്റെ ATMന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അയ്യോ, അവിടെ കഴിഞ്ഞ ദിവസം ATM കുത്തി തുറന്ന് പൈസ എടുത്തോണ്ട് പോയി. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാൻ എന്റെ വാതൊക്കെ വായം തുറന്നുകൊണ്ട് ഇന്ന് കിടന്ന് ഉറങ്ങി. ആൾക്കാർ ATM കാർഡ് എന്റെ ഇവിടെ കുത്തിക്കയറ്റിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോണ്ട് പോയ കഥയാണ്. ഇല്ലേ, കല്യാണത്തിന് രാവിലെ 9 മണിയാകുമ്പോ നിങ്ങൾ രണ്ടുപേരോട് അങ്ങ് വരണം. ഞങ്ങൾ അന്നേരം ഇറങ്ങും. ഞങ്ങൾ അവിടെ ഒന്ന് താമസിക്കാനാണ്. അതല്ലെന്ന്, ഞങ്ങളോട് വരണ്ടേ കല്യാണത്തിന്? അതിന് നീ എന്നോട് കല്യാണം പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് കല്യാണം പറഞ്ഞ കുറിയും തന്നില്ലേ ചേച്ചി? എനിക്ക് തന്നായിരുന്നു കുറി. ഞാൻ കല്യാണത്തിന് പറഞ്ഞെങ്കിൽ എനിക്ക് കുറി തരണം. അങ്ങനെ ആളാമ്പറത്തി കുറി തരാൻ ഞാൻ ഭാഗ്യക്കുറിയാണ് ഇവിടെ കൊണ്ടു തന്നെ. ഇയാൾ അതും പറയാൻ അപ്പുറവും പറയും. നമ്മുടെ ആ വടക്കേ താമസിക്കുന്ന നാരായണിയെ വെച്ച് മരിച്ചില്ലായിരുന്നു? അവരുടെ സഞ്ചയനം നടത്താൻ കാർഡുമായിട്ട് പിള്ളേർ വീട്ടിൽ വന്നായിരുന്നു. അന്നേരം ഈ പിള്ളേരോട് ഇങ്ങനെ പറയുക, സഞ്ചയനത്തിന് വരണമെങ്കിൽ മരിച്ചുപോയ നാരായണ അമ്മച്ചി നേരിട്ട് വന്ന് വിളിക്കണമെന്ന്. അന്നേ അങ്ങനത്തെ മനുഷ്യനാ അത്. എന്നാ മോശമല്ലോണോ ഇങ്ങനൊക്കെ കാണിക്കുന്നേ? ഞാൻ ഉടുപ്പൂരിയല്ലേ കാണിച്ചല്ലോ, അത് പാൻറ്റൂരി കാണിച്ചില്ലല്ലോ. അതല്ല, ഇങ്ങനെ കടുംപിടുത്തമൊക്കെ പിടിക്കുന്ന മോശമല്ലേ? പ്രകാശ, കല്യാണമായിട്ട് നിന്റെ വീട്ടിൽ നല്ല നല്ല ആൾക്കാർ വരും. നീ ആ നല്ല നല്ല ആൾക്കാരോട് മിണ്ടി. ഇങ്ങനെ ചൊറിയം വർത്താനം പറയുന്ന ആൾക്കാരോട് മിണ്ടാതെ നീ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. പറഞ്ഞേ, പകലൂടെ രാത്രിയായിരുന്നു ഇവനെ ATMന്റെ മുമ്പിൽ തന്നെ അങ്ങ് ഇരുന്നേന്. ഈ നല്ല നല്ല ആൾക്കാരെന്ന് പറയുന്നതേ ഈ കൊരമ്പാലയിലെ നാരായണനാണോ? ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ അച്ഛനെ പറഞ്ഞ സ്വഭാവം ഞാൻ മാറും. എല്ലാത്തിനും പറഞ്ഞ നീ എന്ത് ചെയ്യും? ഞാൻ പലതും ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത്. എനിക്കൊരു ചായ വേണം. വേണമെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ആദ്യം ചോദിക്കണം. എനിക്ക് മുഖച്ചായ അല്ല വേണ്ടുന്നത്, പാലിട്ട ചായ വേണ്ടുന്നത്. ഉണ്ടാക്കി വെച്ചേക്കുന്നത് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. വല്ലതും കഴിക്കാൻ വേണോ? ഒരെണ്ണം കഴിച്ചാൽ ഞാൻ അനുഭവിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണോന്ന്. ഞാനകത്ത് വിഷം എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടോ? എന്തുവാ തൂക്കണ്ടായോ? തൂക്കാനായിരുന്നു, ഞാൻ പേടിച്ചു പോയല്ലോ. പിന്നല്ല, ഇന്നലെ ഇതുപോലെ ഉള്ളൊരു തവി എടുത്തു, ഞാൻ പേടിച്ച് വിളമ്പി തരാനാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കുത്ത്. നിങ്ങൾ കാലം നോക്കിക്കേ. എന്തിന് ഇവിടെ തൂക്കാനാ? ഇത്രയും സ്ഥലം കിടക്കുന്നിടത്ത് എന്റെ ഈ കാലിൽ ഇച്ചിരി പോലും സ്ഥലം തൂത്തിട്ട് നീ ഇവിടെ വടക്കൊട്ടാക്കാനല്ലേ എന്നോട്? ഓരോരോ കാരണം പറയുന്ന കേട്ടോ. പിന്നെ എനിക്ക് കട്ടിലിന്റെ അടി തൂക്കണ്ടായോ? എനിക്ക് കിടന്നുറങ്ങണമെന്ന് ഇവിടെ. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഞാൻ മാത്രമേ ഉള്ളൂ പണിക്ക് പോയിട്ട് വരുന്നത്. രാത്രി മൊത്തം ഉറക്കളത്തിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ലയോ? നീ കിടന്നുറങ്ങണോ? നിങ്ങൾ കിടന്നുറങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കണം. അതെവിടെ നാടി? എന്തുവാ നീ കരിമ്പ് തിന്നുന്നു? കത്തിലേക്ക് തുണി കൊടുത്തത് ഒറ്റ ഉണ്ടാക്കില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഹിന്ദുമതം വർഷമംഗളഘോഷം, വർഷമംഗളഘോഷം. ദും 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 മനുഷ്യന്റെ ഉറക്കം പോയി. അതെ, അയൽക്കൂട്ടത്തിന്റെ ലോണിന്റെ പൈസ അടയ്ക്കണം. നാളെ അടക്കണ്ടേ? ആ അടവ് മുടങ്ങരുത്. ഓ, ഇവിടെ അടവ് തുടങ്ങി. പാൽക്കാരനും പത്രക്കാരനും നാളെ വരും. കേബിളിന്റെ പൈസ കൊടുക്കണം. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചവനെ ആന്നല്ലോ ദൈവം എനിക്ക് കണ്ടുപറ്റി തന്നത്. ദാരിദ്ര്യം പിടിച്ചോണം. അപ്പൊ ഉണങ്ങിയില്ലായിരുന്നില്ലയോ? നിങ്ങൾ പക്ഷെ കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടല്ലോ. സുമയ, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ വീട് വലി നീ നിർത്തിയതാ. എന്റെ കൂർക്കം വലിയോടെ നിർത്തിയിട്ട് നിന്റെ ദുഷഭാവം നീ ഇല്ലാതാക്കല്ലേ കേട്ടോ. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ചവിട്ടിട്ട് അങ്ങോട്ട് കൊള്ളുന്നുമില്ല. എത്തിച്ചവിട്ടടി എന്നെ, എത്തിച്ചവിട്ടടി. നിങ്ങൾ ഇത് എന്തോ ഭാവിച്ചോണ്ട്? ഞാൻ ഈ തയ്യൽ മിഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഹെലികോപ്റ്റർ 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 എവിടെ പോവാ? എവിടെ പോവാ? ഹെലികോപ്റ്റർ കാണാൻ നാളെ നിങ്ങൾക്ക്? ഹെലികോപ്റ്റർ ഗോവാലിന് ഓടിക്കുന്ന ഹെലികോപ്റ്ററാ. നിന്റെ അച്ഛൻ എന്നെ ഉറക്കാതിരിക്കാൻ വേണ്ടി. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ ഈ തയ്യൽ മിഷൻ ചവിട്ടിയതാണ്. തയ്യൽ മിഷൻ ചവിട്ടൽ ഒച്ച വെക്കൽ നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലോടി. എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണോടി. എനിക്ക് പിന്നെ എന്റെ ജോലി ചെയ്യണ്ടായോ? നീ എന്തോ ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ബ്ലൗസ് വയ്ക്കുക. ഏത് ബ്ലൗസ്? പ്രകാശന് നാളെ കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള ബ്ലൗസ് വയ്ക്കുവാന്ന്. ബ്ലൗസ് ഇട്ടാണോ നല്ല കല്യാണത്തിന് പോകുന്നത്? അതാ പറഞ്ഞത്. ആ പെണ്ണിന് കൊടുക്കാനുള്ള ബ്ലൗസ് എനിക്ക് തയ്ക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. മിഷനെ ശബ്ദം ഉണ്ടാക്കരുത്. ഞാൻ തീരുമാനിക്കും. നീ തീരുമാനിക്കില്ലടി? നീ തയ്ക്കോടി, തയ്ക്കോടി. എന്തോ വൃത്തിയാണ് നിങ്ങൾ ഈ കാണിച്ചത്. എന്തോ വൃത്തിയാണ് കാണിച്ചത്. ബ്ലൗസ് കീറിയല്ലയോ? ആരും ഇട്ട ബ്ലൗസ് ഒന്നും അല്ലല്ലോ ഞാൻ കീറിയത്. പുതിയ ബ്ലൗസ് അല്ലേ ഞാൻ കീറിയത്? ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ എന്താ വേലയെ കാണിച്ചത്? ആ ചെറുക്കൻ 7-9 കല്യാണം മുടങ്ങിയിട്ട് ഇപ്പൊ കണ്ടുപിടിച്ച് ആറ്റുനോട്ടൊരു പെണ്ണിനെ കെട്ടിയപ്പോ നിങ്ങൾ എന്താ വേലയെ കാണിച്ചത്? നിങ്ങൾക്ക് വിവരമുണ്ടോ? വിദ്യാഭ്യാസം പറയങ്ങോട്ട്. ഇതിനെക്കാളും നല്ല മെഷീനായിരുന്നു. ചേട്ടാ, ചെറുക്കൻ കയറി വരുമ്പോ മറുപടി എന്താന്ന് വെച്ചാ പറ. നിങ്ങൾ ചേച്ചിയേ, അയ്യോ എടാ,
അണ്ണൻ ബ്ലൗസ് കീറിയടാ. അയ്യോ എന്നാ ഞാൻ വരുന്നില്ല, എനിക്കത് കാണാൻ വയ്യേ. എന്റെ ബ്ലൗസ് അല്ലെന്ന്. എടാ നീ കൊണ്ടുവന്ന ബ്ലൗസ് ഇല്ലയോ, അത് അണ്ണൻ വലിച്ചു കീറിയടാ. അയ്യോ ഇതുപോലെ അങ്ങ് കീറി. എന്റെ 10ാമത്തെ കല്യാണം മുടങ്ങാൻ പോകുന്നു. അല്ല കാരണം എന്താ പരിപാടിയാണ് ഈ കാണിച്ചത്? എന്താ പരിപാടിയാണോ? പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണോടാ. നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയാ ഞാനിത് വലിച്ചു കയറിയത്. എന്റെ ബ്ലൗസ് വന്ന് നിങ്ങളുടെ ഉറക്കം കെടുത്തിയോ നിങ്ങളെ? എനിക്ക് ശല്യമില്ലാതെ കിടന്ന് ഉറങ്ങണം, അതിന് വേണ്ടിയാ ചെയ്തത്. മര്യാദ ബ്ലൗസ് തയ്ച്ചു തരുന്നുണ്ട്. സമാധാനപ്പെടും പ്രകാശ, ഞാൻ എങ്ങനെങ്കിലും കൂട്ടി ചേർത്തൊക്കെ തയ്ച്ചു തരാം. എടി നീ ഇവിടെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലിനാ തന്നെയാലും. ചേച്ചി അങ്ങോട്ട് തയ്ക്കുക ചേച്ചി. അപ്പൊ സുമയ്ക്ക് അറിയാം എന്തുവാ ഒച്ച ഉണ്ടാക്കാതെ തയ്ക്കാൻ. എന്റെ പ്രകാശ, നീ എന്റെ കർണാടന്റെ കർണപടം അടിച്ച് തകർത്തടാ. പിന്നല്ലാതെ